ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഡിന്നർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ വിലയായിട്ട് നിങ്ങളെ കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവേ ഡിന്നർ അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ കഷ്ടപ്പെടാറുള്ളൂ. പിന്നെ ലഞ്ചിൻ്റെ കഥ പറയണ്ട, ഡിന്നർ തന്നെയായിരിക്കും ലഞ്ച്. അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രമാണ് ഞാൻ ലഞ്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്, അല്ലാത്ത ദിവസം ഒന്നും നേരം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡിന്നർ എന്താണെന്ന് ചോദിച്ചാൽ തവിട് അധികം കളയാത്ത അരിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ റെഡ് കളറിലിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഡിന്നറിൻ്റെ കഷ്ടപ്പാടും ഗംഭീരതയും ഒക്കെ വരുത്തിയ ആളാണ് കേട്ടോ ഇരിക്കുന്നത്, ഈ ചെമ്മീനാണ്. അപ്പോൾ അതൊന്ന് നേരാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കഴിച്ച് നോക്കാം നമുക്ക്. പിന്നെ ഇംഗ്ലീഷ് സോൾ ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു മീൻ കണ്ടപ്പോൾ അതങ്ങ് ചാടിക്കേറി എടുത്തതാണ്. നമ്മുടെ നാട്ടിലൊരു മാന്തൾ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനത് എടുത്തിട്ടുള്ളത്. സോൾ ഫിഷ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ മാന്തളിനാണല്ലോ പറയുക, പിന്നെ ഇംഗ്ലീഷുകാരുടെ സോൾ ഫിഷാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല ചെമ്മീൻ മസാലക്കറി ഉണ്ട്. ഇത് പാലപ്പുറത്ത് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ ഒരു കറി ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെമ്മീനും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. കായ ഉണ്ടെങ്കിൽ കായ ഇതിലിടായിരുന്നു, എനിക്ക് പക്ഷേ കായ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിന്നർ ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറി നന്നായിട്ട് ചോറിൽ മിക്സ് ചെയ്ത് ഒരു കഷ്ണം ചെമ്മീൻ, നമ്മുടെ കറിയിൽ വെച്ചിട്ടുള്ള ചെമ്മീനും പിന്നെ വറുത്തിട്ടുള്ള ചെമ്മീൻ ഒരു കഷ്ണവും, അതുപോലെ നമ്മുടെ ഇംഗ്ലീഷുകാരുടെ സോൾ ഫിഷ് അഥവാ ഇംഗ്ലീഷുകാരുടെ മാന്തലിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്ത് നല്ലൊരു ഉരുളയാക്കിയിട്ട് അതങ്ങോട്ട് വായിലേക്ക് ഇടണം. ആഹാ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, അടിപൊളിയായിരുന്നു.